അനോമി എന്നത് സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. സമൂഹം വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ വ്യക്തികൾക്ക് അനുഭവപ്പെടുന്ന ഏകാന്തതയും അന്യവൽക്കരണവുമാണ് ഇതിന്റെ കാതൽ. സാമൂഹികമായി തകർച്ച, മര്യാദകളില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലായ്മ, വ്യക്തികൾക്ക് സമൂഹവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും നിയമങ്ങളോ മൂല്യങ്ങളോ ഇല്ലാത്തതുപോലെ തോന്നുകയും ചെയ്യുന്ന മാനസികാവസ്ഥയെയാണിത് സൂചിപ്പിക്കുന്നത്. ദ ഇക്വേഷൻ ഓഫ് ഡെത്ത്, എന്നാൽ മരണത്തിന്റെ സമവാക്യം, ഇത് രണ്ടും ചേരുന്നതായിരുന്നു CJ റോയ് നിർമ്മിച്ച പുതിയ സിനിമയുടെ തലക്കെട്ടും. ബിസിനസ് ലോകത്തെ മാത്രമല്ല, സിനിമാ മേഖലയെയും ഒരേപോലെ ഞെട്ടിച്ച സംരംഭകൻ CJ റോയുടെ വിയോഗത്തിന് പിന്നാലെ അദ്ദേഹം നിർമ്മാണ പങ്കാളിയായ പുതിയ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചു. ഭാവന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ റിലീസാണ് നിർമ്മാതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് മാറ്റിയത്. ഭാവനയായിരുന്നു ചിത്രത്തിന്റെ നായിക. ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന തരത്തിലായി CJ റോയിയുടെ ആത്മഹത്യയും. സമ്മർദ്ദം താങ്ങാനാവാതെ സിനിമയുടെ റിലീസിന് മുന്നേ CJ റോയ് മാഞ്ഞു. ബിസിനസ് രംഗത്തെ കരുത്തനായ CJ റോയ് സിനിമയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ബംഗളൂരുവിൽ നടന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കകൾക്കും ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സഹോദരൻ CJ ബാബുവാണ് കമ്പനിയുടെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നേതൃത്വം ഇനി റോയിയുടെ മകൻ രോഹിത്തും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും ചേർന്ന് വഹിക്കും. നിലവിലുള്ള എല്ലാ പ്രൊജക്ടുകളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. റോയിക്ക് യാതൊരുവിധ കടബാധ്യതകളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം ആവർത്തിച്ചു. വെറുമൊരു ആദായനികുതി റെയ്ഡിന്റെ പേരിൽ ജീവനൊടുക്കുന്ന ആളല്ല റോയി എന്നും മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ്. അതായത്, സമൂഹം വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ വ്യക്തികൾക്ക് അനുഭവപ്പെടുന്ന ഏകാന്തതയും അന്യവൽക്കരണം റോയിയെയും ബാധിച്ചു. തന്റെ സിനിമയുടെ പേരിനെ പോലെ മരണത്തിന്റെ പുതിയ സമവാക്യങ്ങളിൽ ആ വ്യവസായിയും മാഞ്ഞു.